ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നോമ്പ് നോക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. മത്സ്യം, മാംസം, അതോടൊപ്പം തന്നെ പാൽ, മുട്ട അങ്ങനത്തെ ഉൽപ്പന്നങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ച് ഒരുപാട് പേര് നോമ്പ് നോക്കുന്നവരാണ്. അത് ശാരീരികമായിട്ടുള്ള ഒരു ത്യാഗമാണ്. യഥാർത്ഥത്തിൽ നോമ്പ് നോക്കാൻ ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ ആത്മീയമായിട്ടുള്ള സന്തോഷത്തിന് വേണ്ടി അവർ എടുക്കുന്ന ഈ തീരുമാനങ്ങൾ എല്ലാം അനുഗ്രഹപ്രദങ്ങളാണ്. എന്നാൽ ഇവരാരും വിനയമോ സൗമ്യതയോ ജീവിതത്തിൽ പാലിക്കുവാനും ആ പുണ്യങ്ങൾ വളർത്തുവാനും ഒരു നോവനുഭവിക്കുവാൻ തയ്യാറാകാതെ പരുപരുത്ത വസ്ത്രങ്ങൾ ധരിക്കുകയോ പാദരക്ഷകൾ ഉപയോഗിക്കാതിരിക്കുകയോ മത്സ്യം, മാംസം ഉപേക്ഷിച്ച് ശാരീരികമായ പീഡനങ്ങൾ ഏൽക്കുകയും ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ നന്മകൾ ലഭിക്കുന്നില്ല എന്ന് ഫ്രാൻസിസ് സാലസ് പുണ്യവാളൻ പറഞ്ഞു വയ്ക്കുകയാണ്. അതായത് മത്സ്യമാംസം ഭക്ഷണം ഉപേക്ഷിക്കുന്നു, പരുപരുത്ത വസ്ത്രം ധരിക്കുന്നു, ചെരുപ്പിടാതെ നടക്കുന്നു, പക്ഷെ വിനയം അദ്ദേഹത്തെ തൊട്ടു തീണ്ടിയിട്ടില്ല. അദ്ദേഹത്തിന് സൗമ്യത അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലില്ല. അപ്പോൾ പുണ്യങ്ങൾ വളരുവാനായിട്ട് നാം കൂടുതൽ പരിശ്രമിക്കേണ്ടത് അതിനു വേണ്ടി ത്യാഗത്തോടെ അത് പരിശ്രമിക്കാനാണ്. വിശുദ്ധ ജെറോം അദ്ദേഹം ഒരിക്കൽ വിശുദ്ധ പൗള എന്ന് പറയുന്ന ഒരു വിശുദ്ധയോട് പറയുന്നുണ്ട്. അതായത് ഇന്ദ്രിയ നിഗ്രഹത്തിൽ താല്പര്യം പ്രദർശിപ്പിച്ച് ആത്മീയ മാധുര്യം ആസ്വദിക്കുന്നതിന് വേണ്ടി ഈ പൗള ശാരീരികമായിട്ടുള്ള ചില ത്യാഗങ്ങൾ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ഈ വിശുദ്ധൻ ഈ പൗള എന്ന് പറഞ്ഞ സഹോദരിയോട് പറയുകയാണ്, കഠിനമായ ശാരീരിക മർദ്ദനങ്ങളിലും ഇന്ദ്രിയ നിഗ്രഹങ്ങളിലും തൽപരത പ്രദർശിപ്പിച്ചു. അപ്പോൾ വിശുദ്ധ ജെറോം ആ ധന്യെ കുറ്റപ്പെടുത്തുകയുണ്ടായി. അവളുടെ മെത്രാൻ്റെ ഉപദേശങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചതിനാൽ ആ വിശുദ്ധയുടെ ദേഹദണ്ഡനങ്ങൾ ആദരണീയമായിരുന്നില്ല. പ്രിയമുള്ളവരെ, നമുക്കിഷ്ടമുള്ള ത്യാഗങ്ങൾ എടുക്കുന്നതിനേക്കാളും കൂടുതൽ ദൈവം ഇഷ്ടപ്പെടുന്ന, ആഗ്രഹിക്കുന്ന പുണ്യങ്ങളിൽ വളർന്നു വരുവാൻ നമ്മൾ ഓരോ ത്യാഗവും എടുക്കുമ്പോഴും ശ്രദ്ധിക്കണം. വിനയം, സൗമ്യത, ക്ഷമ, ഇങ്ങനെയുള്ള പുണ്യങ്ങളിൽ നമ്മൾ വളർന്നു വരുവാൻ, കൂടുതൽ ഫലങ്ങൾ ചൂടുവാൻ നമുക്ക് അതിനായി പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവായ ഈശോയെ, ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കൂടുതൽ ആത്മീയമായ മാധുര്യം ഇഷ്ടപ്പെടുന്ന ത്യാഗങ്ങൾ എടുക്കുവാൻ തയ്യാറാണ്, സഹനങ്ങൾ എടുക്കാൻ. പക്ഷേ പുണ്യങ്ങളിൽ വളർന്നു വരുവാൻ, ആ ഒരു ഫലം ഞങ്ങളിൽ ചൂടുവാൻ ഞങ്ങളെ കൂടുതൽ പ്രാപ്തരാക്കണമേ എന്ന് ഈ ഒരു പ്രാർത്ഥനയിൽ ഞങ്ങൾ അങ്ങയോട് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓടിക്കാത്തവൻ പുകയുന്ന തിരിയോ കെടുത്താത്തവൻ പാപഭാരത്താലേ കേഴുന്നോരെൻ്റെ പാപപരിഹാരപരിയായവൻ നീയല്ലാതാരെനിക്കന്നേശുവേ പാപഭാരത്താലേ കേഴുന്നോരെൻ്റെ പാപപരിഹാരപരിയായവൻ നീയല്ലാതാരെനിക്കന്നേശുവേ പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.